ഹലോ ഗെയ്സ്, നമ്മളിന്ന് എന്താ പറയുക പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മെയിൻ അക്കൗണ്ടിൽ അത്യാവശ്യം ജംസ് ഇരിപ്പുണ്ട്. ആൻഡ് വലിയ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല, കാരണം നമുക്ക് കഴിഞ്ഞ വീക്കിലും ഹയസ്റ്റ് കിട്ടിയത് 108-നെയാണ്. സോ ഗിരിഞ്ചയുടെ കാർഡ്, അതുപോലെ തന്നെ ലവ്യാഷിന്, പാമറിനെ എങ്ങനെയൊരു പാക്കിൽ കൂടെ കിട്ടിയാൽ കിട്ടി. അല്ലാണ്ട് നമ്മളെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് ബാക്ക് പൊസിഷൻ ഒന്ന് സെറ്റാക്കാനാണ്. ഇപ്പോൾ ഒരു 1500 ഷാർഡായിട്ടുണ്ടെങ്കിൽ മേ ബി നമ്മൾ 2 കിടിലൻ പ്ലേയേഴ്സിനെ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കും. ഇപ്പം കർവഹാൽ നമ്മളെ എന്താ പറയുക ലിസ്റ്റിലുണ്ട്, മേ ബി എടുക്കാം, എടുക്കാതിരിക്കാം. കർവഹാലിൻ്റെ കാർഡ് 110 വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഓക്കെ സ്കോട്ട്ലൻഡാണ്. സ്കോട്ട്ലൻഡിൽ നിന്ന് അങ്ങനെ ആരാണുള്ളത്? മെക്ടോമിനേൻ്റെ കാർഡുണ്ടോ? ഇല്ല ഗീസ്, ഏതോ മൂങ്ങിയുടെ ക്ലബ്ബാണ്. ആൻഡ് ബനാനയാണ് കിട്ടിയത്. 106-നെയാണ് ഈ സമയം. നമുക്ക് അറ്റ്ലീസ്റ്റ് ഇവർക്കൊരു 30 ഷാർഡ് വർത്തായിട്ട് 107 പ്ലെയറെങ്കിലും തരായിരുന്നു. ഇവരെന്താണ് നമുക്ക് മാത്രം ഈ ഇവൻറ്റിൽ എനിക്ക് 109 കിട്ടിയിട്ടില്ല. ഇവർ ഭയങ്കര ചതിയാണ് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ അക്വസസ് ഇൻഫേണോയിൽ 80 മില്യണിൽ 104 വോട്ടാന്ന് തോന്നുന്നു. 104 വോട്ട് 109 വരെ ഉണ്ടായിരുന്നു. ഇപ്പം 104 തൊട്ട് 111 വരെ ഉള്ളതിന് 100 മില്യൺ കോയിനാണ് ഇവർ ചോദിക്കുന്നത്. നമ്മൾ എന്തായാലും ഒരെണ്ണം ചെയ്യാം, ടെസ്റ്റിന് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാൻ വേണ്ടി മാത്രം. അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യില്ല. ഓക്കെ, ജർമ്മനിയാണ്. യെസ്, ഈ ചെങ്ങായിൻ്റെ വോക്കൗട്ട് കണ്ട് മടുത്തെയാണ് നമ്മൾ. പിന്നെ വോക്തോ അങ്ങനെ നമുക്കുള്ള പേര്. വേറെ ആരും കിട്ടിയില്ലെങ്കിലും പുള്ളീനെ തരണം. പുള്ളി കഴിഞ്ഞ വീക്കിലുണ്ടായിരുന്നില്ല, എന്തിനു കഴിഞ്ഞ വീക്കിൽ ആൾക്കാരൊക്കെ വീണ്ടും പുതിയ വീക്കിലോട്ട് കൊണ്ടിരുന്നത്. ഈ സ്കോൾ പാമറെ ആരെങ്കിലും പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അത്രയും കിടിലൻ കാർഡായിരിക്കും. നമ്മൾ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കേനെ, പക്ഷേ നമുക്ക് വേറെ പൊസിഷൻസ് കവർ ചെയ്യേണ്ടതാണ്. ഇപ്പം ഞാൻ പാമറിൻ്റെ കാർഡ് എന്തായാലും എടുത്തേനെ. പാക്ക് ചെയ്തിട്ട് കിട്ടിയാൽ നല്ലത്. ഈ പോർച്ചുഗൽ സെൻട്രൽ ബാക്ക് ഇത് 107-ൻ്റെ പ്ലെയറാണ്. അപ്പം 107-നൊന്നും വലിയ വിലയില്ല. 30 ഷാർഡ് മാത്രമാണ് 107-ന് കിട്ടുന്നത്. 120 ഷാർഡിൽ നിന്ന് 30 ഷാർഡ്. സോ നമ്മുടെ എന്താ പറയുക ലീഗ് റിവാർഡ് 25 ലെവലായതിൻ്റെ പാക്ക് വന്ന് കിടപ്പുണ്ട്. സോ അതെന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്യാം. പ്രതീക്ഷകളൊന്നും വയ്ക്കുന്നില്ല. സ്വീഡനാണ് ക്യാം. ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ? ഇല്ല, 105-ൻ്റെ പ്ലെയറാണ്. ഓക്കെ, പറ്റിച്ചു. എന്തായാലും ഈ സ്കാമാന്ന് അറിഞ്ഞിട്ടും ഇത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചെയ്യാത്തുണ്ടെങ്കിൽ ഇത് കണ്ടാൽ നിങ്ങൾ പിന്നെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഇറ്റലിയാണ്. ഇറ്റലീൻ്റെ ആരാ ഉള്ളത്? സ്ട്രൈക്കർ 106-ൻ്റെ പ്ലെയറോ വല്ല ആയിരിക്കും. ഓക്കെ, 104-ൻ്റെ പ്ലെയറോ? ഓ, അത് അതിനെക്കാട്ടും വലിയതാണല്ലോ. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ സെക്കൻഡ് അക്കൗണ്ടിൽ ബാക്ക് ഓപ്പണിങ് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിച്ചോന്ന് അറിയില്ല, നമ്മളെ മെയിൻ അക്കൗണ്ടിൽ സെക്കൻഡ് അക്കൗണ്ട് ഏകദേശം സെയിം ജെംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ മെയിൻ അക്കൗണ്ടിൽ നമ്മൾ തീർത്തില്ല, സെക്കൻഡ് അക്കൗണ്ടിൽ തീർക്കും. അതങ്ങനെയാണ്, കാരണം നമ്മൾ മെയിൻ അക്കൗണ്ടിൽ ആവശ്യമുണ്ട് അടുത്ത ദിവസത്തേക്ക്. സെക്കൻഡ് അക്കൗണ്ടിൽ ആഴ്ചയിൽ ഒരു വട്ടം കയറുന്ന അക്കൗണ്ടാണ്. ഓക്കെ, ബ്രസീൽ റൈറ്റ് വിങ്, ലെഫ്റ്റ് വിങ് ആണ്. ഇതാരാണ്? 106-ൻ്റെ വിലിയനാണ്. ഫസ്റ്റ് അക്കൗണ്ടിലും ഒന്നും തന്നില്ല, സെക്കൻഡ് അക്കൗണ്ടിലും കുറച്ച് ബെറ്റർ ആക്കാമായിരുന്നു. സോ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കോയിൻ പോട്ടെ. നമ്മൾ ജെമ്മ് അധികം ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഡിഫൈൻ ലെജസീസിൻ്റെ ബാക്ക് ഓപ്പൺ ചെയ്യും. അന്ന് ആ സോളേനെ കിട്ടിയ പിന്നെ ഞാൻ ലക്ക് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ പിന്നെ കറക്കിയപ്പോൾ ഒക്കെ നമ്മളെ ഗോൾ കീപ്പർ ചെങ്ങായിനാണ് തന്നത് 104. ഓക്കെ, ഇതാരാണ്? നമ്മൾ ലെഫ്റ്റ് ബാക്ക് വലിയ. ഓക്കെ, 104 പ്ലെയറാണ്. 104-ഒക്കെ 10 ഷാർഡ് ആണോ, അല്ലെങ്കിൽ 5 ഷാർഡേ ഉള്ളൂ? ഓ, 105 106 എന്തായാലും 10 ഷാർഡേ ഉള്ളൂ. 104-ഉം 10 ഷാർഡാണെന്ന് തോന്നുന്നു, അറിയത്തില്ല ഗൈസ്. ഗൈസ്, വോക്കൗട്ട് പോലും ഇല്ല. എന്താണ് അങ്ങനെ? വോക്കൗട്ടെങ്കിലും തരണം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ജംസൊക്കെ സെറ്റാക്കി വെച്ച്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. അടുത്ത വോക്കൗട്ടില്ല. സോ ഇതിനിപ്പോൾ നമ്മൾ തുടരുന്നില്ല, കാരണം നമ്മളെ പറ്റിക്കുകയാണെന്ന് മനസ്സിലായി. ഓക്കെ, ഗ്രീസ്മാനെ കടക്കം വന്ന് നടപ്പുണ്ട്.
ആൻഡ് ഗീസ് ബറേസിൻ്റെ കാർഡ് നമ്മൾ എക്സ്ചേഞ്ചിലാണ് ഉള്ളത്. സോ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം. എങ്ങാനും നമുക്ക് കോളിനെ കിട്ടിയാലോ. നമ്മളത്തെ ലെഫ്റ്റ് ബാക്കിന് നമ്മളെ സെക്കൻഡ് നെക്കിലോട്ട് കിട്ടും. ആദ്യമായിട്ടാണ് നമ്മളെ ചാനലാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീട്ടിൽ ലൈക്ക് കൂടി ചെയ്തേക്കുക. ഓക്കെ, ഇറ്റലി സ്ഥിരം കാണുന്നതാണ് ഗോൾ കീപ്പർ. നമ്മളെ ജുവൻറ്റസിൻ്റെ പുള്ളിയാണ്. ഓക്കെ, പെറിൻ എന്നാണ് അവളുടെ പേര്. പുള്ളിനെ തന്നെ 100 വട്ടം കിട്ടിയിട്ടുണ്ടാകും നമുക്ക്. ഓക്കെ, നമ്മളെ സെക്കൻഡ് അക്കൗണ്ട് പോട്ടെ. തേർഡ് അക്കൗണ്ടിൽ ഇപ്പോൾ കാര്യമായിട്ട് ജമ്മൊന്നും ഇല്ല. ഓക്കെ, തേർഡ് അക്കൗണ്ടിൽ ജംസ് സെറ്റ് ചെയ്യാൻ വിട്ടുപോയി. ഓക്കെ, നമുക്കെന്തായാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, വോളറിൻ്റെ കാർഡ് ഞാൻ എന്താ പറയുക, ആനിവേഴ്സറീൻ്റെ കാർഡ്, അതുപോലെ തന്നെ അതിന് മുമ്പ് ഒരു ഹീറോസിൻ്റെ കാർഡൊക്കെ ഉണ്ടായിരുന്നു കുറേ മുമ്പ്. അത് നല്ല രസമായിരുന്നു ഈ മറ്റേ വോളറിൻ്റെ കാർഡ് കളിപ്പിക്കാൻ. എനിക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് കിട്ടിയായിരുന്നു വോളറിൻ്റെ കാർഡ് 102. നമ്മളെ പണ്ടത്തെ വീഡിയോൻ്റെ ആൾക്കാരാണെങ്കിൽ അറിയും. ഓക്കെ, നെതർലാൻഡ് സെൻട്രൽ മിഡ് ഗൈസ് വലിയ കാര്യമായിട്ടൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. 106 ഓക്കെ, 107 ഉള്ളവരെങ്കിലും തന്നല്ലോ, അതുതന്നെ വലിയ കാര്യം. ഗൈസ് നിങ്ങൾ എത്ര പേര് ഈ വീഡിയോ ഫുള്ള് കണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോ പോലെ തന്നെ ഒരു വൈറ്റ് ഹെയർട്ട് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം, എത്ര പേര് ഫുള്ള് വീഡിയോ കണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്തായാലും ഒരുപാട് ഹാപ്പിയാണ് നമ്മൾ 700 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു വലിയ മൈൽ സ്റ്റോണിൽ എത്തിയതിൽ. ഇനിയും നമുക്ക് എത്താനുണ്ട് 800, 900, 1K അങ്ങനെ. ഓക്കെ, സ്പാനിഷ് ലെഫ്റ്റ് വിങ്, ഇതേതോ അറബി ക്ലബ്ബാണ്, അവളുടെ പേര് കിട്ടിയില്ല. കുഴപ്പമില്ല, എന്തായാലും 104 തന്നല്ലോ. വോക്കൗട്ട് ഇല്ലാണ്ട് നമ്മൾ പറ്റിച്ചില്ലല്ലോ, അതിന് തന്നെ ഭയങ്കര ഒരു സല്യൂട്ട് കൊടുക്കാം നമുക്ക് EAക്ക്. ഓക്കെ, ആൻഡ് ഇതിനകത്ത് ആരെങ്കിലും ഇല്ല കേസ്, ഇതിനകത്ത് വോക്കൗട്ട് തന്നില്ല. നിങ്ങൾക്ക് ആരെ കിട്ടിയെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം ഈ CVക്കിൽ.